നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു വർഷത്തോളമായി ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഈ ചാനൽ ഇപ്പോഴും നല്ല റണ്ണിങ് ആണ്. പക്ഷേ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഇളനീർ കുഴമ്പ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. ആ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. ഈ മരുന്ന് ഒഴിക്കുക മാത്രമല്ല, വേറൊരു ടെക്നിക്കൂടെ ഞാൻ പ്രയോഗിച്ചു. അതും നിങ്ങളോട് പറയണമല്ലോ. മരുന്നിൻ്റെ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ മരുന്ന് ഒഴിക്കുക മാത്രമല്ല, നമ്മുടെ കണ്ണിന് മസാജ് കൂടെ ചെയ്യണം. ഈ കണ്ണിൻ്റെ രണ്ട് കോണുണ്ടല്ലോ, അവിടെ രണ്ടും കൈകൊണ്ട് മസാജ് ചെയ്യണം. ആ കണ്ണിൻ്റെ മുകളിൽ കൂടെ ചുറ്റും മസാജ് ചെയ്യണം. അത് രണ്ട് കണ്ണിൻ്റെ ഇതും വേണം. ആ മൂക്കിനോട് ചേർന്നിരിക്കുന്ന ഭാഗമെല്ലാം ചേർന്ന് മസാജ് ചെയ്യണം. നല്ലപോലെ മസാജ് ചെയ്യുക. 2 നേരം ചെയ്യണം. ഒന്ന് കാലത്തെ, ഒന്ന് 4 മണി കഴിഞ്ഞ്. അത് 6 മണിക്ക് മുന്നായിട്ട് ചെയ്തിരിക്കണം. അതേപോലെ ഈ ഇളനീർ കുഴമ്പ് നിങ്ങൾ ഒഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാലത്തെ കണ്ണിലൊഴിക്കുക. വൈകുന്നേരം 4 മണിക്ക് മുന്നായിട്ടേലും ഒഴിക്കണം. 6 മണി ശേഷം ഒന്നും കണ്ണിൽ ചെയ്യില്ലേ. കണ്ണിന് വിശ്രമം കൊടുക്കേണ്ടതാണ്. പലപ്പോഴും കണ്ണിൻ്റെ കാഴ്ച കുറയാൻ മൊബൈൽ നോക്കുന്നതായിരിക്കാം, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതോ അല്ല പ്രായാധിക്യം മൂലമുള്ള അസുഖങ്ങളുമായിരിക്കാം. എനിക്ക് കണ്ണിന് കാഴ്ച നല്ലപോലെ കുറഞ്ഞു. OTP ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് ടെസ്റ്റ് ചെയ്യണം, കണ്ണട വെക്കണം എന്ന് പറയും. എനിക്ക് കണ്ണട വെക്കാൻ പ്രത്യേകിച്ച് താല്പര്യമില്ല. അപ്പം ചെറിയൊരു പരീക്ഷണം ഞാൻ നടത്തിയതാണ്. ഈ ഇളനീർ കുഴമ്പ് വാങ്ങിച്ചു 10 ദിവസം കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് വേണേൽ പറയാം. ഈ തുള്ളി മരുന്ന് ഞാൻ 2 തുള്ളി വീതം, ഒരു തുള്ളിയാണേലും മതി, 2 കണ്ണിലും ഒഴിക്കും. നല്ല നീറ്റലുണ്ട്, അത് സഹിക്കണം. എന്നിട്ട് മസാജും ചെയ്യും. ഞാൻ മസാജ് ഒരു നേരമേ ചെയ്യാറുള്ളായിരുന്നു, കാലത്ത് മാത്രം ചെയ്യും. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കണ്ണ് കഴുകും. നിങ്ങളൊന്ന് ചെയ്തു നോക്കേ. ഇത് വെറും 30 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില. ഏതായാലും കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ പല ടെസ്റ്റുകൾ പറയും, കണ്ണട വെക്കാൻ പറയും. അതിലൊക്കെ നല്ലതല്ലേ. ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കേ, നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ഞാൻ പോലും അതിശയിച്ച് പോയി ഇങ്ങനെ റിസൾട്ട് കിട്ടിയപ്പോൾ. നേരത്തെ എൻ്റെ ചെറിയൊരു മൊബൈലാണ്, ഫീച്ചർ ഫോണുള്ള നോക്കിയയുടെ. അതിൽ OTP വന്നാൽ കാണാൻ പറ്റില്ലായിരുന്നു. ഞാൻ മറ്റേ വലിയ സ്മാർട്ട് ഫോണിലെ ഫോട്ടോ എടുത്തിട്ടാണ് ഇത് നോക്കുന്നത്. OTP വലുതായിട്ട് സ്ക്രീൻ വലുതാക്കിയിട്ട് നോക്കും. അല്ലാണ്ട് എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പം യാതൊരു കുഴപ്പമില്ല, OTP വന്നാലും ഒക്കെ കാണാം.